അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ജൂൺ 27, 2024. തീർത്ഥാടന ഉടമ്പടി എടുത്തത് ഇന്ന് 9 ഓഗസ്റ്റ് 2024. എൻ്റെ പേര് ബിബിൻ, വൈഫിൻ്റെ പേര് ലിജി, കുഞ്ഞുങ്ങൾ ജോഹാൻ, ജെറോം. എൻ്റെ മൂത്ത മോന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. 5ാം നിലയിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് 5th ഫ്ലോറിൽ നിന്ന് താഴെ വീണു. തലയിടിച്ചാണ് വീണത്. ബോധമില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 5 ദിവസം വായിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുവാണ്. ഡോക്ടേഴ്സും നേഴ്സും പറഞ്ഞു രക്ഷയില്ല, കുഞ്ഞ് രക്ഷയില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. 6ാം ദിവസം ഡോക്ടർ പറഞ്ഞു നമുക്കൊരു MRI സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. MRI സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ബാഡ് ന്യൂസ്, കുഞ്ഞ് ലോങ് ടൈം കിടക്കേണ്ടി വരും. വായിൽ കൂടാണ് വെൻറ്റിലേറ്ററിൻ്റെ ട്യൂബ് ഇട്ടിരിക്കുന്നത്. അത് മാറ്റി നമുക്ക് കഴുത്ത് കിഴിച്ച് കഴുത്തേ കൂടെ ട്യൂബ് ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ 2 ദിവസം കഴിഞ്ഞ് സൈൻ ചെയ്ത് തരാം. ഞങ്ങൾ താമസിക്കുന്നത് കുവൈറ്റിലാണ്. അപ്പോൾ അവിടെ ഒരു പ്രയർ ഗ്രൂപ്പുണ്ട്. ജപമാല ചൊല്ലുന്ന 900 പേരോളം ഗ്രൂപ്പിലുണ്ട്. ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ബ്രദറിൻ്റെ നമ്പർ കിട്ടി, ബാബു ബ്രദർ. അപ്പം ഞങ്ങളോട് പറഞ്ഞു നേരിട്ട് വന്നിട്ട് കാണാം, സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ജപമാലയും തേനും ഉപ്പും തന്നിട്ട് പറഞ്ഞു നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമ്മുടെ മാതാവ് കൈവിടത്തില്ല, നമ്മുടെ മാതാവ് നമുക്കൊരു റിസൾട്ട് തരും, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളതുപോലെ തന്നെ ഞാൻ പിറ്റേ ദിവസം പോയി കുമ്പസാരിച്ച് കുർബാന കൊണ്ട് ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് ഞാനും വൈഫും പ്രാർത്ഥിച്ച്. പിറ്റേ ദിവസം ചെന്നപ്പോൾ കുഞ്ഞിന് ഭയങ്കര പനിയാണ്. വൈഫ് ICU കയറി കണ്ടിട്ട് കുഞ്ഞിൻ്റെ പില്ലോയുടെ അടിയിൽ ജപമാല വെച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ കയറുമ്പോൾ കുഞ്ഞിൻ്റെ ചുണ്ടയിൽ തേൻ തേച്ച് കൊടുക്കും, മുടിയേൽ ഉപ്പിടും. അപ്പം ഉപ്പിട്ടും ഡോക്ടർ ലാസ്റ്റ് പിറ്റേ ദിവസം പനിയായപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ധൈര്യം കൈവിടല്, കുഞ്ഞിന് പനി കണ്ടമാനം കൂടി, രക്ഷയില്ല, നമുക്ക് എന്തു വന്നാലും കൈവിടരുത്, നമ്മളെല്ലാത്തിനെയും അതിജീവിക്കണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ മുട്ടയെ കുത്തി മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ മാതാവി അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന വേദന അതെനിക്ക് തരല്ലേ എൻ്റെ അമ്മയെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം കുഞ്ഞ് റെസ്പോണ്ട് ചെയ്തതാണ് ഞങ്ങൾ കേൾക്കുന്നത്. ലിജി ഹോസ്പിറ്റലിൽ ICU കയറി ചെന്നപ്പം കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, കണ്ണ് ചെറുതായിട്ട് തുറക്കാൻ തുടങ്ങി. എന്നിട്ട് പിറ്റേ ദിവസം കുഞ്ഞ് ചെറുതായിട്ട് കൈ പൊക്കിയിട്ട് എഴുതുന്ന പോലെ കാണിച്ചു. ഉടനെ നേഴ്സിന് മനസ്സിലായി, പേപ്പറും പേനയും കൊടുത്തപ്പോൾ കുഞ്ഞത് 27 എനി എന്നെഴുതി. അപ്പം നേഴ്സ് ചോദിച്ചു ഈ 27 എന്താ, കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണോ അതോ എന്തെങ്കിലും ടൂർ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നോ? അപ്പം ഞങ്ങൾ പറഞ്ഞു 27 ആണ് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ അന്ന് രാത്രി കുഞ്ഞിൻ്റെ അടുത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഈശോ കുഞ്ഞിൻ്റെ ശിരസിൽ കൈ തൊട്ടു. അങ്ങനെയാണ് കുഞ്ഞ് റെസ്പോണ്ട് ചെയ്തത്. കുഞ്ഞ് പെട്ടെന്നായിരുന്നു. പിന്നെ വെൻറ്റിലേറ്ററിൻ്റെ ട്യൂബ് ഉടനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റി, ഓക്സിജൻ കൊടുത്തു. ഓക്സിജൻ്റെ ട്യൂബ് മാറ്റി 2 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വാർഡിലേക്ക് മാറ്റി. കുഞ്ഞിൻ്റെ കൈക്കൊരു ഒടിവുണ്ട്, സ്റ്റീലിട്ടേക്കുവാണ്, ഒരു സർജറി ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. 5 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ടോട്ടൽ 22 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നുള്ളൂ. ഡിസ്ചാർജ് ചെയ്തു. അവന് ഒരു കുഴപ്പമില്ല, ഇപ്പോൾ അവന് സംസാരിക്കുന്നു. എല്ലാവരും പറഞ്ഞു അവൻ ബോധം വന്നാലും അവന് ബുദ്ധിമാന്ദ്യനായ ഒരു പയ്യനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അവന് പഴയ എല്ലാ കാര്യങ്ങളും അവന് ഓർമ്മയുണ്ട്. അവൻ സംസാരിക്കുന്നതിനും ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിനെല്ലാം മാതാവാണ് ഞങ്ങളെ ഇതാക്കിയത്. മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അതുപോലെ തന്നെ ഞങ്ങൾ അനാഥാലയത്തിലൊക്കെ ഞങ്ങൾ മാസത്തിൽ 2 തവണ പൈസ അയച്ചു കൊടുക്കും. പിന്നെ ഞങ്ങൾ എന്നും സന്ധ്യാപ്രാർത്ഥന, കുടുംബമായി സന്ധ്യാപ്രാർത്ഥന ചെയ്യാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്. അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ മണിക്കൂറുകൾ ഞങ്ങൾ ബൈബിൾ വായിക്കാറുണ്ട്. സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ ഒന്നിച്ച് കൈ കോർത്ത് നിന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലും. എൻ്റെ മോന് ഒരു വാക്ക് സാക്ഷ്യം പറയുന്നതാണ്. എൻ്റെ പേര് ജോഹാൻ ബിബിൻ. ഞാൻ 5th ഫ്ലോറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴോട്ട് വീണായിരുന്നു. 9 ദിവസം അൺകോൺഷ്യസ് ആയിരുന്നു. അമ്മയും അപ്പയും പറഞ്ഞു എൻ്റെ കണ്ടീഷൻ ഭയങ്കര ബാഡായിരുന്നെന്ന്.
ഞാനിപ്പം ജീവനോടെ നിൽക്കാൻ കാരണം അമ്മ മാതാവും ഈശോയും ആണ്. താങ്ക് യു ജീസസ്, താങ്ക് യു മദർ മേരി. സ്നേഹം നിറഞ്ഞവരെ, സങ്കീർത്തനം 91-ൻ്റെ 9 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമർപ്പിച്ചു. നമ്മളുടെ മുൻപിൽ ബിബിൻ എന്ന സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഇവർ പറയുകയായിരുന്നു, 5ാമത്തെ ഫ്ലോറിൽ കളിച്ചുകൊണ്ടിരുന്ന മകൻ നിലത്തേക്ക് വീഴുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിലൊരു ദുരന്തം സംഭവിക്കുന്നു. ഡോക്ടർമാർ എഴുതി ഒപ്പിട്ട് കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. എങ്കിലും ഈ സഹോദരൻ പറയുകയാണ്, അഖണ്ഡ ജപമാല ഗ്രൂപ്പ്, കൃപാസനത്തിൻ്റെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഓൺലൈനായിട്ട് ഉടമ്പടിയെടുത്ത് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഒരുങ്ങി ഈ സഹോദരങ്ങൾ തങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസം 27-ാം തീയതിയാണ്. അതാണ് ഈ കുഞ്ഞ് കൈ ചലിപ്പിച്ച് ആദ്യമായിട്ട് എഴുതുന്നത്. അങ്ങനെ ഇവർ സ്ഥിരീകരിക്കുകയാണ്, പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് ഇവന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിൽ ഈ കുടുംബം വിശ്വസിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ഓരോ ദിവസവും ഇവർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഓരോ ദിവസവും ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. കൃപാസനത്തിലെ ഉപ്പും തേനുമൊക്കെ ഈ കുഞ്ഞിൻ്റെ ചുണ്ടിൽ ഇവർ തേച്ചു കൊടുക്കുവാനായിട്ട് തുടങ്ങുന്നു. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞ് സുഖപ്പെട്ടുകൊണ്ട് പഴയ ജീവിതാവസ്ഥയിലേക്ക് കടന്നു വന്നതാണ് ഈ കുഞ്ഞും ഈ കുഞ്ഞിൻ്റെ ഉടമ്പടി ജീവിതം സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് അതിന് നന്ദി സൂചകമായിട്ട് ഈ കുടുംബം കൃപാസനത്തിലേക്ക് വന്നുകൊണ്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയാണ്. ഓരോ ദിവസവും ഈ അൾത്താരയിൽ സംഭവിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള സാക്ഷ്യങ്ങൾ കാണുമ്പോൾ പരിശുദ്ധ അമ്മ ജീവനോടുകൂടി ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും അതിൻ്റെ സ്ഥിരീകരണമായിട്ട് ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സഹോദരങ്ങളെ സാക്ഷ്യപ്പെടുത്തുമ്പോഴും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണ് അവർ നമ്മളുടെ മുൻപിൽ പങ്കുവയ്ക്കുന്നത്. ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ വലിയ അനുഗ്രഹത്തിനും ദാനത്തിനും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെയും പരിശുദ്ധ അമ്മയെയും സ്തുതിക്കാം. ഇതോടൊപ്പം തന്നെ ദൈവനാമത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിന് സാക്ഷിയായി എനിക്കും എൻ്റെ കുടുംബത്തിനും പരിശുദ്ധ അമ്മ മാതാവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായി അവസരം തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിനു, പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഭർത്താവ് രതീഷ്, മക്കൾ നിമിയ, കൃപാമരിയ. ഞാൻ ക്രോണിക് കിഡ്നി ഡിസീസ് 5th സ്റ്റേജായ ഒരു വ്യക്തിയാണ്. എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നു വീണ്ടും പ്രഗ്നൻ്റ് ആയിരുന്നു. എനിക്ക് ആദ്യം ഒരു കൊച്ചുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും പ്രഗ്നൻ്റ് ആവരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. 2019 എനിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഞാൻ ബെഹ്റിനിൽ നേഴ്സായി വർക്ക് ചെയ്യുമായിരുന്നു. അവിടുന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിൽ വന്നതാണ്. നാട്ടിലെ കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടറെ കാണിച്ചു. ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇപ്പം ഉടനെ അത് ചെയ്യണ്ട, മെഡിസിൻ എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാൻ 2021 നവംബറിൽ പ്രഗ്നൻ്റായി. 2 മാസം പ്രഗ്നൻ്റ്. സ്കാൻ ചെയ്തപ്പോൾ 2 മാസം വരെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് അബോർഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ മൂത്ത കൊച്ചിന് അമ്മയില്ലാതെയാകും. കാരണം നമ്മുടെ കണ്ടീഷൻ കിഡ്നി പ്രോബ്ലമാണ്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അത് അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആലോചിച്ചപ്പോൾ അത് എന്തായാലും ഞങ്ങളത് അബോർഷൻ ചെയ്യാൻ തീരുമാനിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുവാന്ന് പറഞ്ഞു. കാരണം എല്ലാവർക്കും ടെൻഷനായി. ഞാൻ പറഞ്ഞു എന്തായാലും കോവിഡാണ്, കോവിഡ് വന്ന് എത്രയോ പേര് മരിക്കുന്നു, അപ്പോൾ അബോർഷൻ ചെയ്തൊരു കൊച്ചിനെ കൊല്ലുന്നതിനേക്കാളും അല്ലാതെ മരിക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ എന്തായാലും കോവിഡ് വന്ന് ഒത്തിരി പേര് മരിക്കുന്നു, അപ്പോൾ നമുക്കൊരു കോവിഡ് വന്നാലും മതി നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം. അതുകൊണ്ട് ഞാൻ അബോർഷൻ ചെയ്യാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നമുക്ക് തന്നത് തന്നെയാണ്, അതുകൊണ്ടാണ് ഇപ്പം പ്രഗ്നൻ്റ് ആയത്, അല്ലെങ്കിൽ ഒരു ചാൻസും ഇല്ല. ദൈവം എന്തായാലും അറിഞ്ഞു തന്നാണ്. ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു, ഒരു കൊച്ചും കൂടെ വേണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അസുഖമായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ഇരിക്കുമായിരുന്നു. എന്തായാലും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. 3 മാസമായപ്പോൾ ഡോക്ടർ ഡ്യുവൽ മാർക്കർ ടെസ്റ്റ് ചെയ്തു. അത് ഡൗൺ സിൻഡ്രോം പോസിറ്റീവാണെന്ന് കാണിച്ച്. അപ്പം അബോർഷൻ ചെയ്യണമെന്ന് മസ്റ്റായിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കത് അബോർഷൻ ചെയ്യാൻ തയ്യാറല്ല.
ഞങ്ങൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുകയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എറണാകുളം അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫറൻസ് ലെറ്റർ തന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. മാതാവിൻ്റെ അടുത്ത് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞങ്ങൾ തൈലമൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അമൃത ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിന് വരെ ഞങ്ങൾ നേരെ കൃപാസനത്തിൽ വന്നു. ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് ഇവിടെ എത്തിയത്. പക്ഷേ ജോസഫ് അച്ഛനെ അത് കാണാൻ പറ്റിയില്ല. പകരം അലക്സാണ്ടർ അച്ഛനെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടു. ഞാൻ ഓടിച്ചെന്ന് അച്ഛൻ ഓടിപ്പോവുമായിരുന്നു. ഞാൻ ഓടിച്ചെന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്, ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആണ്, കിഡ്നി രോഗിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു. അപ്പോൾ തന്നെ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അബോർഷനൊന്നും ചെയ്യേണ്ട, അമ്മ മാതാവ് കാത്തുകൊള്ളൂ, ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു കുഞ്ഞുണ്ടായി കഴിയുമ്പം. എനിവേ 8 മാസമായപ്പം സിസേറിയൻ ചെയ്തു. കുഞ്ഞുണ്ടായി. 1.6 kg ഉണ്ടായിരുന്നുള്ളൂ. NICUയിൽ 1 മാസം കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. പീഡിയാട്രീഷ്യൻ പറഞ്ഞായിരുന്നു 1 മാസം NICU വെക്കണം, അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. മാർസിലിവായിലായിരുന്നു അഡ്മിറ്റ് ആയത്, പാലായിൽ. അപ്പം എന്നെ ഒരു മണിക്കൂർ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ അടുത്ത് പോകാം, മദർ കെയർ, കങ്കാരു മദർ കെയർ, കുഞ്ഞിനെ നെഞ്ചത്ത് കിടത്തി 1 മണിക്കൂർ ട്രീറ്റ് ചെയ്യണം, അതായത് കൊച്ചിൻ്റെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട്. അന്നേരം ഞാൻ റൂമിൽ നിന്ന് പോകുമ്പോൾ ഉടമ്പടി തൈലം നെഞ്ചിൽ പുരട്ടുകയും കാശുരൂപം കയ്യിലെടുത്തുകൊണ്ടുമായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. കൊച്ചിനെ തരുമ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി 1 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി കാശുരൂപം കൊച്ചിൻ്റെ നെറ്റിയിലും ശരീരത്തും എല്ലാം ഞാൻ വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. 10 ദിവസം കൊണ്ട് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. NICUയിൽ 1 മാസം കിടക്കണമെന്ന് പറഞ്ഞു. 10 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റി. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഒറ്റ കൃപ കൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്തത്. പിന്നെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസിയിൽ സാധാരണ BP ഒക്കെ ഹൈ ആവുന്നതാണ്. ഞങ്ങൾ ഒക്ടോബറിൽ ചെക്കപ്പിന് പോയപ്പോൾ BP ഒത്തിരി ലോ ആയിരുന്നു. എനിക്ക് BP ഹൈ ആയിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അപ്പം 2021 ഒക്ടോബറിൽ BP ലോ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ട, അത് സ്റ്റോപ്പ് ചെയ്യുകയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നവംബറിലാണ് ഞങ്ങൾ അറിയുന്ന പ്രഗ്നൻസി പോസിറ്റീവാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവം നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ ദൈവം എൻ്റെ കാര്യത്തിൽ കരുതലെടുത്തിട്ടുണ്ടായിരുന്നു. പരിസ്ഥിതി അമ്മാതാവും ശ്രീകുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിയാതെ തന്നെ അവിടെ തീരുമാനം എടുത്ത് ഞങ്ങളുടെ പ്രഷറൊക്കെ നോർമലാക്കി ഒരു കുഴപ്പവും ഇല്ലാതെ പ്രഗ്നൻസി കണ്ടിന്യൂ ആയി, കുഞ്ഞുണ്ടായി. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് മാത്രം പറയുന്നു. ഉടമ്പടി തൈലം നെറ്റിയിലും വയറിലും കിഡ്നിയുടെ 2 വശത്തും ഉടമ്പടി തൈലം ഹസ്ബൻഡ് പുരട്ടി തന്ന് രാവിലെയും വൈകിട്ടും വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി പ്രാർത്ഥനകളും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി അവർ റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നു. ഡെലിവറിക്ക് ശേഷം ഉടനെ തന്നെ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ച്. ഇപ്പം ഇതുവരെ എനിക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 2 വയസ്സായി കൊച്ചിന്. 2 വയസ്സായതിനു ശേഷം ഇതുവരെ ദൈവം എന്നെ ഇപ്പോൾ ക്രിയാറ്റിൻ 7.9 നിൽക്കുവാണ്. എന്നിട്ടും എനിക്ക് അനുദിന കാര്യങ്ങൾ ചെയ്യുവാനും എൻ്റെ കടമകൾ നിർവഹിക്കുവാനും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എന്നെ സഹായിക്കുന്നു എന്നത് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സാക്ഷ്യം പറയുവാനായിട്ട് ഞാൻ ധൈര്യത്തോടെ, എനിക്കറിയത്തില്ല, എന്നെ ദൈവം ധൈര്യത്തോടെയാണ് മുമ്പോട്ട് നയിക്കുന്നത്. അത് പരിശുദ്ധ അമ്മ മാതാവ് തരുന്ന ധൈര്യമാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനുള്ളൊരു ശക്തി എനിക്ക് തരണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തായാലും വേറെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിനെ നൽകിയ അനുഗ്രഹം ആദ്യം ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമതായിട്ട് ഹസ്ബൻഡിന് അലർജി 2 വർഷമായിട്ട് ജലദോഷവും തുമ്മലും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കുളി കഴിയുമ്പോൾ മുതൽ തുമ്മൽ തുടങ്ങുമായിരുന്നു. അത് ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ട് സ്റ്റോപ്പെട്ടു. രണ്ടാമതായിട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുമായിരുന്നു. ഹസ്ബൻഡിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുമായിരുന്നു. അതും ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അതും സുഖപ്പെട്ടു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ അൾത്താരയിൽ നിന്ന് പരിശുദ്ധ അമ്മ മാതാവിൻ്റെയും ഈശോയുടെ അടുത്ത് നിന്ന് പറയുവാനായിട്ട് എനിക്ക് കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഇപ്പോൾ ഒരു കുടുംബം ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് ഈ വ്യക്തി അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിഡ്നി പേഷ്യൻ്റാണ്. അപ്പോഴേക്കും നെക്സ്റ്റ് ഒരു കുഞ്ഞിനെ വേണ്ട എന്നുള്ളത് എല്ലാവരുടെ അഭിപ്രായവും, അല്ലെങ്കിൽ ലഭിച്ച കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം എന്നുള്ളത് ഡോക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാവരും റിസ്ക്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അബോർഷൻ എന്ന് പറയണത് ഏത് രീതിയിൽ ഏത് വ്യഥേനയാണെങ്കിലും അത് വലിയൊരു പാപാവസ്ഥയാണെന്നുള്ളത് ക്രിസ്തീയ പശ്ചാത്തലം. അപ്പം ഇതിനു വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുവാനായിട്ട് ഒരു പക്ഷേ ഒരു വിശ്വാസത്തിൽ ലഭിച്ചൊരു ശക്തിയും ആ ഒരു ധൈര്യം പരിശുദ്ധ അമ്മ നൽകിയതാണെന്നാണ്. കാരണം അവർ അതിനുള്ള
ഒരു കാര്യമാണ് പറയേണ്ടത്. എനിക്ക് വേണ്ടി ഒത്തിരി പേര് ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാധന വെച്ചും ഉടമ്പടി എടുത്തും ഒത്തിരി പേര് എന്നെ സഹായിച്ചു. അതിന് ഒത്തിരി നന്ദി പറയുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു കാരണം അമ്മ തന്ന കുഞ്ഞാണ്, അതുകൊണ്ട് മാതാവ് ഇതിന് മുൻപോട്ടുള്ള കാര്യത്തിൽ മാതാവ് കൂടെ ഉണ്ടാവുന്നുള്ളൊരു വിശ്വാസ പ്രഖ്യാപനത്തിലാണ് ഇവർ ഇപ്പോൾ ജീവിത പങ്കാളിയും ഒക്കെ ഉൾപ്പെടെ ഇവർ മുൻപോട്ട് പോയത്. അപ്പം മാതാവ് അതിനോടൊപ്പം തന്നെ ചേർന്ന് നിന്നതിൻ്റെ വലിയ അനുഭവം പറയണം. അപ്പോൾ കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാവും. ആ പറഞ്ഞ എല്ലാ സാഹചര്യത്തെയും വിശ്വാസത്തെ അതിജീവിച്ചു എന്നുള്ളത്. അപ്പം നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം ഈ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിനെ നമ്മൾ പല രീതിയിൽ അതിജീവിക്കാം. പക്ഷേ അത് വിശ്വാസത്തോടെ പരിശുദ്ധമ്മയുടെ വലിയ ശക്തിയോടുകൂടെ അതിജീവിക്കാനായിട്ട് മാതാവ് ശക്തി നൽകുന്നതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, മാതാവ് കടന്നു പോയിട്ടുള്ള കനൽ വഴികളെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. മാതാവ് സന്തോഷത്തോടും സമാധാനത്തോടും ഇരുന്നതായിട്ട് ബൈബിളിൽ പറയുന്ന ഭാഗങ്ങളിലൊന്നും ശരിക്കും നോക്കുമ്പം സത്യം പറഞ്ഞാൽ മൂന്നോ നാലോ സാഹചര്യങ്ങളിൽ മാതാവ് എപ്പോഴും അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു പുത്രിയായിട്ടാണ് പോയത്. പക്ഷെ അപ്പോഴൊക്കെ മാതാവിനെ നടത്തിയ ഒരു ശക്തിയുണ്ടല്ലോ, ആ ഒരു കാര്യത്തിലാണ്. അതുകൊണ്ടാണ് മാതാവിന് എപ്പോഴും എല്ലാവരുടെ ജീവിതത്തിലും റെഫറൻസ്. അത് ആരാണല്ലോ, ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിലും മാതാവിൻ്റെ ഒരു ശക്തിയും ബലമൊക്കെ ഒരാൾ അനുഭവിക്കുന്നത്. കാരണം സ്വർഗത്തിൽ നിന്നിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു അമ്മയെക്കുറിച്ചല്ല നമ്മൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഈ ലോകത്തിൽ ജീവിച്ചിട്ട് ഒരു മനുഷ്യൻ കടന്നു പോകാനുള്ള എല്ലാ വേദനയിലൂടെയും അവസാനം വരെയും കടന്നു പോയിട്ട്, അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയോട് അത്രയും റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റണത്. അപ്പോൾ മാതാവ് ഈ വിശ്വാസത്തിൽ എല്ലാം മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊക്കെ പറയുന്നു. കുരിശിൻ്റെ ചുവട് വരെയും അതിന് ശേഷവും നടത്തുന്നൊരു യാത്രയുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഇപ്പം മാതാവിലേക്ക് അടുക്കുന്നവർക്ക് ആദ്യം ലഭിക്കുന്നത് ഈ ഒരു ശക്തിയുടെ ഒരു അനുഭവം. അതാണ് വ്യക്തമായിട്ട് ഇന്നീ നിമിഷം വരെ സാക്ഷ്യം പറയുമ്പോൾ ആ ഒരു ബലം ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് ഈ ഒരു സാക്ഷ്യത്തിലുണ്ട്. അപ്പം തൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ച മറ്റ് സൗഖ്യത്തിനെക്കുറിച്ചും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കുടുംബം ഈ സാക്ഷ്യം പറയുമ്പം പരിശുദ്ധ അമ്മ നൽകുന്ന ഈ ഒരു ധൈര്യത്തെ നമ്മൾ മാതാവിൻ്റെ സാന്നിധ്യമായിട്ടാണ് കരുതുന്നത്. ഉടമ്പടിയിൽ ഇത് ധാരാളമായിട്ട് വ്യക്തികൾ അനുഭവിക്കുന്നു. കാരണം ഉടമ്പടി ഈ ഒരു വ്യക്തി കൃപ കടന്നു വരുവാനുള്ള വഴികളെ റെഡിയാക്കും. നമുക്ക് കൃപ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ കുറേയൊക്കെ മാറണമല്ലോ. അപ്പം പ്രാർത്ഥന കൊണ്ട് മാത്രം ആ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഉടമ്പടിയിലേക്ക് വരുമ്പം ആ വ്യക്തിയിലേക്ക് കൂടുതൽ വചനം കടന്നു വരും, നന്മകൾ ചെയ്യാൻ തുടങ്ങും. അപ്പം ഇങ്ങനെയൊക്കെ തുടങ്ങുമ്പം ദൈവത്തിന് കടന്നു വരാം. കാരണം ഈശോയും പരിശുദ്ധ അമ്മയും പരിശുദ്ധരാണ് അവർ. പരിശുദ്ധമായൊന്ന് ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ ദ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധരായിരിക്കും എന്നുള്ള. ഉടമ്പടിയിൽ കടന്നു വരുന്ന വ്യക്തി സ്വാഭാവികമായിട്ടും പ്രാർത്ഥിച്ചു തുടങ്ങും, ക്ഷമിക്കാൻ തുടങ്ങും, കുമ്പസാരിച്ചു തുടങ്ങും. അപ്പോൾ ദൈവം സാന്നിധ്യം വ്യക്തമായിട്ട് അനുഭവിക്കാനും തുടങ്ങും. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു യുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തെ പ്രതിയും ഏറെ പ്രത്യേകിച്ച് ദൈവം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഴി ഈ ലോകത്തിലേക്ക് അയച്ച ഈ കുഞ്ഞിനെ പ്രതിയും അതിനേക്കാളും അപ്പുറം ഇവർക്ക് ലഭിച്ച ആ വലിയ ധൈര്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ലൗലി എന്നാണ്. പടിഞ്ഞാത്ര വയനാട് സ്വദേശികളാണ്. പുതുശ്ശേരിക്കടവ് ഇടഭാഗമാണ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് തൃക്കുമാരനും അമ്മയും ജീവിതത്തിൽ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കും ഈ അൽത്താരിയിൽ കയറി സാക്ഷ്യം പറയാൻ തന്ന അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ മകൻ 2 മക്കളായിരുന്നു എനിക്ക്. അതിൽ മൂത്തവൻ ഒരു അപകടത്തിൽ മരിച്ചു. അപ്പോൾ ഇവൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു വിഷമം കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞിനൊരു കൂട്ട് ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകന് നല്ലൊരു ജീവിത പങ്കാളിയെ കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു. അവൾക്ക് അതേപോലെ തന്നെ മാതാവിൻ്റെ തന്നെ സ്വഭാവമുള്ളൊരു പെൺകുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഒരുപാട് അനുഗ്രഹം ഞങ്ങൾക്ക് ഈ വിവാഹത്തോടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായി. ഈ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം പല വ്യക്തികളും ഈ കല്യാണം മുടക്കി. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എന്നുവെച്ചാൽ ഈ കല്യാണം നടക്കില്ല എന്ന് തോന്നി. പക്ഷേ ഞാൻ ഒരടി പോലും പതറിയില്ല. കാരണം ഈ കല്യാണം നടക്കും എന്നെനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈ നട ചവിട്ടിക്കയറ്റി എൻ്റെ മക്കളെ കൊണ്ട് സാക്ഷി പറയിച്ചേക്കാം, ഈ അൾത്താരയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നേക്കാം എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായി ഒരുപാട് എതിർപ്പ്, ബന്ധുക്കളും എല്ലാവരും എതിർത്ത്. എങ്കിലും കാനായിലെ കല്യാണ വിരുന്ന് പോലെ അത്ഭുതകരമായി എൻ്റെ മക്കളുടെ കല്യാണം നടന്നു. അപ്പോഴൊക്കെ ഞാനൊരു വചനം ഉരുവിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുക, പരിഭ്രമിക്കുക വേണ്ട. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും എന്നീ വചനം മാത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. പിന്നീട് ഞങ്ങൾ മോൻ മരണപ്പെട്ടതിന് ശേഷം ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയിരുന്നു. അവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം ഉപേക്ഷിച്ചു. ആ സ്ഥലം ഒരു കാരണത്താലും വിൽപ്പന നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. 24 വർഷമായിട്ട് ആ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല.
പക്ഷെ ഞാനിവിടെ വന്നു. ആദ്യം ഉടമ്പടി എടുത്തു പോയി. രണ്ടാമത് ഉടമ്പടി എടുത്ത് ഞാൻ ജോസഫ് അച്ഛനെ കണ്ടപ്പം അച്ഛനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, അച്ഛാ എനിക്ക് 24 വർഷമായിട്ടൊരു വീടില്ല, അതുകൊണ്ട് ഭയങ്കര വിഷമാണ് അച്ഛാ, ഈ സ്ഥലം വിറ്റിട്ട് വേണം എൻ്റെ വീടിൻ്റെ പണി തുടങ്ങാൻ. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഈ സ്ഥലം 1 മാസത്തിനുള്ളിൽ കച്ചവടം നടക്കും എന്ന് പറഞ്ഞ് ഒരു കാശ് രൂപം എനിക്ക് തന്നു. ആ കാശ് രൂപ ആ പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞു. ഞാൻ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതിൻ്റെ ഫലമായിട്ട് 15 ദിവസത്തിനുള്ളിൽ സ്ഥല കച്ചവടം നടന്നു. പക്ഷേ ഇത് അത്ഭുതകരമായിട്ട് ഒരു മനുഷ്യൻ, ഞങ്ങൾ പോലും അറിയാത്ത ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു, ഞങ്ങളുടെ തിണ്ണയിൽ വന്നിരുന്ന് ഈ സ്ഥലത്തിൻ്റെ കാര്യം ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. കാരണം ഈ സ്ഥലം കച്ചവടം നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം ബാണേശ്വര സാഗർ ഡാം അക്വയർ ചെയ്തു പോയ ഭൂമിയുടെ ബാക്കിയായിരുന്നു. അതുകൊണ്ട് ഈ സ്ഥലം ഒരു കാരണത്താൽ FR ലൈനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കച്ചവടം നടക്കില്ല. പക്ഷേ ഈ മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഈ സ്ഥലം എനിക്ക് തരുമോ എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഇതിനു മുമ്പ് പല വ്യക്തികൾ വന്നെങ്കിലും ഇത് കച്ചവടം നടക്കില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അത്ഭുതപ്പെട്ട് നിൽക്കുക. അപ്പം ചോദിക്കും, എന്താ ഈ സ്ഥലം തരാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും ഞങ്ങൾക്ക് വർത്തമാനം പറയാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ അന്ന് തന്നെ ആ മനുഷ്യൻ 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് അഡ്വാൻസായി തന്നു. നല്ല ഒരു വിലയ്ക്ക് ആ സ്ഥലം വിറ്റ് പോകാൻ കഴിഞ്ഞു. ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ എൻ്റെ നിയോഗമായിരുന്നു അത്. പിന്നെ എൻ്റെ ചാച്ചൻ്റെ അനിയനും ഭാര്യയുമായിട്ട് ഭയങ്കരമായിട്ട് ഡൈവേഴ്സിൻ്റെ വക്കിൽ വരെ എത്തി. അപ്പം വിവാഹബന്ധം വേർപെടുത്താനായിട്ട് അവർ രണ്ടുപേരും പല പല വാശികളാണ്. ഒരാൾക്ക് സ്ഥലം വേണം, ഒരാൾക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. പല പല കാരണങ്ങൾ പറഞ്ഞ് അവർ ഈ ബന്ധം ഒഴിവാക്കാൻ കോടതിയുടെ വക്കോളം എത്തി. കോടതിയിൽ പോയി എല്ലാ പേപ്പറും ശരിയായി കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമം. ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു കാരണത്താലും അവരെ രണ്ടുപേരെയും വേർപിരിക്കരുത് പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞു. എങ്ങനെയാണെങ്കിലും അവരിപ്പോൾ ഒന്നായി വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഞാൻ ഈ പത്രങ്ങൾ, ഉടമ്പടി പത്രം ഞാൻ കൊടുക്കുന്നത് ഞാൻ അങ്ങനെ വലിച്ച് അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേങ്കിൽ ഞാനത് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ പത്രം ആവശ്യം ആർക്കാണോ, എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന ആരാണോ അവർക്ക് കൊടുക്കാൻ അവരെ എൻ്റെ മുൻപിൽ കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ പത്രം എടുക്കാറ്. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇവിടുന്ന് പോകുന്ന പത്രവും, അതേപോലെ ചില ആളുകൾ വഴിയിലൊക്കെ ഈ പത്രം ഉപേക്ഷിച്ച് പള്ളിയിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഇടും. ആ പത്രമൊക്കെ ഞാൻ പെറുക്കിയെടുത്ത് കൊണ്ടുപോയി കൊടുക്കും. അപ്പം ഈ പത്രം കൊടുത്ത ഒരാൾ പോലും മിസ്സായിട്ടില്ല. അവരെല്ലാവരും ഇവിടെ വന്നു. ഞങ്ങളുടെ ജീവിത അനുഭവം കണ്ട് പലരും ഇവിടെ കൃപാസനത്തിൽ വന്നു. ഈ 2022 ഉടമ്പടി എടുത്ത അന്ന് മുതൽ സാമ്പത്തികമായിട്ട് എല്ലാം ഞങ്ങൾ വളരെ പുരോഗതിയിലെത്തി. ചെറ്റക്കുടിൽ കിടന്ന് ഞങ്ങൾ മനോഹരമായൊരു ഭവനം നിർമ്മിക്കാൻ കർത്താവ് വഴിയൊരുക്കി തന്നു. അതുപോലെ തന്നെ സാലറിയിൽ വർധനവ് വന്നു. നല്ല മകളെ തന്നു. പരിശുദ്ധ അമ്മ 100,000 അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്നത്. ഉടമ്പടി വസ്തു ഉപയോഗിച്ച് പല ആളുകളിലും വേദന അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ നെറ്റിയിലും ഒക്കെ പുരട്ടി കഴിയുമ്പോൾ തലവേദന, അതേപോലെ അവർക്കുണ്ടാകുന്ന പല അസുഖങ്ങളും മാറിയിട്ടുണ്ട്. ഭയങ്കര അനുഭവമാണ്. ഞങ്ങളുടെ ആ ഭാഗത്ത് തന്നെ ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ഈ മകൻ്റെ കല്യാണവും ഒക്കെ ആയിട്ടും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയും മാറ്റങ്ങളും ഒക്കെ കണ്ടിട്ട് ആളുകൾക്ക് പരിശുദ്ധ അമ്മയിൽ കൂടുതൽ വിശ്വാസമാണ്. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഇത്രയും അനുഗ്രഹം ചൊരിഞ്ഞു തന്ന പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. നമ്മുടെ മുൻപിൽ ലവ്ലി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു, തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് യോജിച്ച ഒരു പങ്കാളിയെ പരിശുദ്ധ അമ്മ കൊടുത്ത് അനുഗ്രഹിച്ചുവെന്ന്. അതുപോലെ തന്നെ 24 വർഷമായിട്ട് വിൽക്കുവാനായിട്ട് സാധിക്കാതിരുന്ന സ്ഥലം എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട് കടന്നുപോയതിൻ്റെ ശേഷം എങ്ങനെയാണ് ആ സ്ഥലം വിൽക്കുവാനായിട്ട് ഇടവന്നതെന്ന് 1 മാസത്തിനുള്ളിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ ക്രമീകരിച്ച് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു, തൻ്റെ തൊഴിലിലുണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ട്, അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടതിൻ്റെയും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചതിൻ്റെയും പരിശുദ്ധ അമ്മ ദൈവത്തിരുസന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിച്ചതിൻ്റെയും ഒക്കെ വലിയ അനുഭവങ്ങളാണ് ഈ സഹോദരി സാക്ഷ്യമായിട്ട് നമ്മളുടെ മുൻപിൽ പങ്കുവെച്ചത്. നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വാസ്തവമെന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മ ഒരു വ്യക്തി ഉടമ്പടി എടുക്കുമ്പോൾ ആ വ്യക്തിയുടെ കൂടെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ
പരിശുദ്ധ അമ്മ മംഗളവാർത്ത സ്വീകരിച്ചതിന് ശേഷം 2 മാസത്തോളം എലീശായുടെ ഭവനത്തിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു നീണ്ട സഞ്ചാര പദവും നമ്മൾ കാണുന്നുണ്ട്. ഈ അമ്മ സഞ്ചരിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച ദൈവകൃപ തൻ്റെ ഇളയമ്മയ്ക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് പോകുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇതുപോലെ തന്നെ തനിക്ക് ലഭിച്ച ആ ആത്മീയ കൃപ അനേകർക്ക് പരിശുദ്ധ അമ്മ പകർന്നു കൊടുക്കുന്നതായിട്ട് ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ സ്വീകരിച്ച അതേ കൃപ, പരിശുദ്ധ അമ്മ സ്വീകരിച്ച അതേ പരിശുദ്ധ ആത്മാവിനെ പകർന്നു നൽകുവാനായിട്ട് പരിശുദ്ധ അമ്മയോട് നമുക്കും മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. എൻ്റെ പേര് ദേവിക. ഞാൻ കൊല്ലം ജില്ലയിലെ പരവൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നത് എനിക്ക് വേണ്ടി എൻ്റെ അമ്മയായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തത്. അപ്പോൾ അത് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം തന്നെ ഞാൻ തിരുക്കുമാരനും അമ്മയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കിപ്പോൾ തന്നെ തന്നിട്ടുണ്ട്. അതിൽ എൻ്റെ അമ്മ ആദ്യം വെച്ച ഉടമ്പടി എന്ന് പറയുന്നത്, എൻ്റെ കാലിന് ഒരു 20 വർഷം മുന്നേ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബസ്സിൽ പോയപ്പോൾ ബസ്സിൽ കയറുന്ന ടൈമിൽ ബസ് എടുത്തു. അങ്ങനെ ഞാൻ ഒരുപാട് ദൂരം ബസ് എന്നെ വലിച്ചഴിച്ചുകൊണ്ട് പോയി. അതെനിക്കൊരു 8 വയസ്സുള്ള ടൈമിലായിരുന്നു ആ ആക്സിഡൻ്റ് ആയത്. അപ്പോൾ ഒരുപാട് ദൂരം ഞാൻ ബസ്സിൽ കയറിയ ടൈമിൽ ബസ് എടുത്തു. സ്റ്റോപ്പിലല്ലായിരുന്നു ബസ് കിടന്നത്. അപ്പം ഒരുപാട് ദൂരം ബസ് എന്നെ വലിച്ചഴിച്ചുകൊണ്ട് പോയി. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഒരു സന്ധ്യ സമയത്തായിരുന്നു. ആൾക്കാരെല്ലാം കണ്ടിട്ട് ബസ്സിന് കല്ലൊക്കെ എറിഞ്ഞു. അങ്ങനെയാണ് ബസ് സ്റ്റോപ്പ് ചെയ്തത്. ആ ടൈമിൽ കണ്ടക്ടർ എന്നെ കിളി എന്നെ പെട്ടെന്ന് അയാൾ എന്നെ താഴേക്കിട്ട ടൈമിൽ എൻ്റെ തൊട വന്നിട്ട് റോഡിലടിച്ചിട്ട് എനിക്ക് നല്ല ചതവുണ്ടായിരുന്നു. ആദ്യം കൊല്ലത്തെ ദേവി ക്ലിനിക്കിൽ കൊണ്ടുപോയി. ആ ടൈമിൽ ഡോക്ടേഴ്സ് കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഷങ്കേഴ്സിലേക്ക് കൊണ്ടുപോയി. ഷങ്കേഴ്സിലേക്ക് കൊണ്ടു ചെന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞത് ഡോക്ടേഴ്സ് ഇല്ല, ഒരു കാര്യം ചെയ്ത് ചെറിയ മുറിവുകൾ മാത്രമേ കാണുന്നുള്ളൂ, എന്തായാലും നമുക്ക് മുറിവുകളെയൊക്കെ മരുന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം ഡോക്ടർ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായി ഡോക്ടർ വന്ന് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ തൊട ഭാഗത്ത് മുകളിൽ നിന്ന് രക്തം കട്ട പിടിച്ച് മുട്ടിൻ്റെ അവിടെ വന്ന് കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ജസ്റ്റ് കുറച്ച് ചതവുകളുണ്ട്, ഒരു കാര്യം ചെയ്യും, നമുക്കൊരു 5 ദിവസം ഇത് മരുന്ന് വെച്ചിട്ട് നോക്കാം, അത് കഴിഞ്ഞിട്ട് എന്താ കണ്ടീഷൻ നോക്കിയിട്ട് ഉണങ്ങുവാണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് അഴിച്ചു നോക്കിയപ്പോൾ അത് ഫുൾ ഇൻഫെക്ഷനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സർജറി ചെയ്യാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആദ്യത്തെ സർജറി എന്ന് പറയുന്നത് എൻ്റെ കാലിൻ്റെ അവിടെയുള്ള മാംസം, തൊടയിലെ 4 സൈഡിൽ നിന്ന് 2 സൈഡിൽ 4 സ്ഥലത്തായിട്ട് മാംസം ഫുള്ള് എടുത്ത് കളഞ്ഞു. അവർ നോക്കിയപ്പോൾ അത് പച്ചയായിട്ടിരിക്കുകയാണ്. അന്ന് എനിക്ക് 8 വയസ്സേ ഉള്ളൂ. അത് പച്ചയായിട്ടിരിക്കുകയാണ്, എന്തെന്നറിയില്ല. പിന്നെ അവർ പറഞ്ഞു ഇതിങ്ങനെ വെച്ചേക്കാൻ പറ്റില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ, ഒരു 5-6 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്കിന്ന് ഫുള്ള് ദ്രവിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇൻഫെക്ഷൻ കൂടത്തേ ഉള്ളൂ, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ സ്കിന്ന് ഫുള്ള് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത്തെ സർജറി എന്ന് പറയുന്നത് ഈ കാലിൻ്റെ ആ തൊടയിലെ സ്കിന്ന് ഫുള്ള് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അത്രയും സ്പേസിൽ സ്കിന്നും ഇല്ല, മാംസവും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു ഇത് പച്ചയായിട്ടിരിക്കുകയാണ്, ആൾ കൊച്ചാണ്. അപ്പോൾ അന്ന് എനിക്ക് 8 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് 3ാമതൊരു സർജറി എന്തായാലും ചെയ്തേ പറ്റൂ, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്ന് സ്കിന്ന് കട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പുറത്തെ അതായത് വലത്തെ കാലിന്, എനിക്ക് ഇടത്തെ കാലിനായിരുന്നു ആക്സിഡൻ്റ് ആയത്, വലത്തെ കാലിൻ്റെ തൊടഭാഗത്തു നിന്ന് സ്കിന്ന് കട്ട് ചെയ്തു വെച്ചു. ഒരു 53 ദിവസത്തോളം ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നു, ഷങ്കേഴ്സിൽ കിടന്നു. അപ്പം അതിന് ശേഷം ഇത്രയും നാളും എല്ലാ വർഷങ്ങളിലും എനിക്ക് ആ ഒരു ടൈം ആകുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് കിടുങ്ങൽ പോലെ വന്നിട്ട് നല്ല പനിയും, ഭയങ്കര ചൂടായിരിക്കും, നല്ല പനിയും ഛർദിലും ഒക്കെ ആയിട്ട് കാല് നല്ല നീര് വെച്ചിട്ട് എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് നല്ല നീരും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അത് ഹോസ്പിറ്റലിൽ പോയി ഒരു 5-6 ദിവസം ആൻറ്റിബയോട്ടിക് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലേ അത് ഓക്കെ ആവത്തുള്ളായിരുന്നു. അങ്ങനെ അമ്മ ആദ്യം വെച്ചത് എൻ്റെ കാലിൻ്റെ കാര്യമായിരുന്നു ഉടമ്പടിയിൽ. അത് വെച്ചതിന് ശേഷം
പിന്നെ ഞാനിപ്പം 1.5 വർഷം, ഒരു 2 വർഷത്തോളം ആവുന്നു എനിക്ക് കാലിന് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നീര് വരും, സാധാരണ നീര് വരുന്നത് പോലെ കുറച്ച് നീര് വരാറുണ്ട്. അതൊരുപാട് സമയം നമ്മൾ എന്തെങ്കിലും നടക്കുകയോ പോയോ ഒക്കെ ചെയ്യുമ്പോൾ, പിന്നെ ഓഫീസിലൊക്കെ ഒരേ ടൈം ഇങ്ങനെ തൂക്കിയിട്ട് കാലിരിക്കുമ്പോഴത്തേക്കൊക്കെ കുറച്ച് നീര് വരാറുണ്ട്. അല്ലാണ്ട് എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഈ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വന്നിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു. ഞാൻ ഡിസംബർ 14 ദുബായിലേക്ക് ജോലിക്ക് പോയത്. എനിക്കിവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു. എന്നിട്ട് 2022 ഡിസംബർ 14 ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ജോലിക്ക് പോയി. അവിടെ ജോലിക്ക് പോയി ഒരു 6 മാസത്തോളം കാലം അവിടെ ജോലി അന്വേഷിച്ച് നിന്നു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ജോലി ആയി. പക്ഷെ ഒരു മാസത്തേക്ക് എനിക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. ആ ടൈമിൽ അവിടുത്തെ ഓണർ കാര്യങ്ങൾ, ആളൊരു ഈജിപ്ഷ്യനായിരുന്നു. ആൾ വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഓഫീസിലേക്ക് ആളെ അത്യാവശ്യമില്ല, സെയിൽസ് മാർക്കറ്റിംഗ് ഒക്കെ നോക്കുന്ന അവർക്ക് മെയിൽ സ്റ്റാഫിനെ ആവശ്യമുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ഒരു മെയ് മുതൽ പോയില്ല. മെയ് 2 2023 മെയ് 2 ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരുപാട് നാൾ ജോലി ഇല്ലാണ്ട് ഒരു മാസത്തോളം ജോലി ഇല്ലാണ്ട് നിന്നു. ആ ടൈമിലും അമ്മ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഞാനും വീട്ടിലും എല്ലാവരും വിഷമിച്ചു, വേറെ ജോലിയൊന്നും ആവുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാതാവ് എനിക്ക് തന്നൊരു ജോലി നല്ല ജോലി തന്നെ ആയിരുന്നു. അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇന്നലെയാണ് ആനുവൽ ലീവിന് ദുബായിൽ നിന്ന് വന്നത്, ആനുവൽ ലീവായിട്ട് ദുബായിൽ നിന്ന് വന്നത്. ഞാനപ്പോൾ അമ്മയടുത്ത് പറയുമായിരുന്നു, ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ വേറെ എങ്ങും പോകത്തില്ല. ഞാൻ പിറ്റേ ദിവസം നാട്ടിൽ എന്ന് വരുന്നു, ഞാൻ പിറ്റേ ദിവസം ഞാൻ മാതാവിനെ കണ്ട് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ബന്ധുക്കളുടെ വീടുകളിൽ പോലും പോകൂ എന്ന് ഞാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇന്നലെയാണ് വന്നത്. ഞാൻ ഇന്നിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോൾ ഇനിയും ഞാൻ എന്തായാലും ഈ ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവും. പിന്നെ ഇതെൻ്റെ മോളാണ്. മോൾക്കിപ്പോൾ 8 വയസ്സായിട്ടുണ്ട്. ഒരു വർഷത്തോളമായിട്ട് അഡിനോയിഡിൻ്റെ പ്രശ്നം കാരണം ഉറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു. സ്കൂളിൽ പോകുന്ന ടൈമിലൊന്നും പ്രശ്നമില്ല. രാത്രി വന്ന് കൊച്ചു ഉറങ്ങാൻ ശ്വാസം മുട്ട് കാരണം കൊച്ചിന് ഞെട്ടി എണീക്കുക. അവളുടെ ശ്വാസത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഞെട്ടി എണീച്ചിട്ട് കൊച്ചിന് ഉറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് അമ്മ തൈലം കിട്ടി. ആ തൈലം എടുത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് അഡിനോയിഡിൻ്റെ പ്രശ്നമാണ്, കൊച്ചിന് നസൽ സ്പ്രേ ഉണ്ടല്ലോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തുള്ളായിരുന്നു. അത് ചെയ്താൽ പോലും ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കൊച്ച് ഞെട്ടി എണീക്കുകയോ ചെയ്യുന്നത് ശ്വാസത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട്. അമ്മ ഇവിടെ വന്ന് ഉടമ്പടി തൈലം എടുത്ത് കൊച്ചിൻ്റെ നെഞ്ചത്ത് രാത്രി പുരട്ടിയിട്ടാണ് കിടക്കുന്നത്. നെഞ്ചത്തും മൂക്കിലും ഒക്കെ പുരട്ടിയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ അതിന് ശേഷം ഇതുവരെ മോൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കൊച്ച് സുഖമായിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്, ഒരു പ്രശ്നങ്ങളും ഇല്ല. അതെല്ലാം മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പേര് സജിത. ഞാൻ കൊല്ലം പരൂരിൽ നിന്ന് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 28 മാർച്ച് 2023 അത് പിന്നെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് മോളെ കാര്യമായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ മോളെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കടമുണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിൽ ജിപ്തി വന്ന് ബാങ്കുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞതേ. അപ്പോൾ നമ്മൾ വസ്തു വിറ്റ് കടം തീർക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ വസ്തു വന്ന് ആളുകൾ നോക്കിയിട്ട് പോകുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പം ഞാൻ യൂട്യൂബിൽ കൂടെ ഈ മാതാവിൻ്റെ ഇത് കാണുന്നത്. അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അയലുകാർ പറഞ്ഞ് ഞങ്ങൾ ആ വസ്തു എടുത്തോളാന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ മാർച്ച് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അവിടെ ചെന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അവർ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് ബാങ്കിൽ പോയി എത്ര രൂപ അടയ്ക്കാനുള്ളതെന്ന് നിങ്ങൾ തിരക്കിയിട്ട് വാന്ന് പറഞ്ഞ്. അങ്ങനെ തിരക്കിയിട്ട് വന്നപ്പോൾ 17 ലക്ഷം രൂപ അടയ്ക്കാനുണ്ടായിരുന്നു. അവർ അന്നേരം തന്നെ പൈസ തന്നിട്ട് പറഞ്ഞ് പ്രമാണം എടുക്കാൻ പറഞ്ഞു. പ്രമാണം എടുത്ത് പിന്നെ ബാക്കി പൈസ അവർക്ക് വസ്തു ഉണ്ട് അത് വിറ്റിട്ട് തരാമെന്ന് പറഞ്ഞ്. കഴിഞ്ഞ മെയ്യിലായിരുന്നു അവർ ബാങ്കിലെ ഇടപാട് തീർത്തത്. പിന്നെ അവർക്ക് ഏതോ വസ്തു വിൽക്കാനുണ്ട്, അത് ഇതുവരെ നടക്കാത്തതുകൊണ്ട് നമ്മൾ പ്രമാണം എടുത്ത് നമ്മൾ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നിവർത്തിയോട് കൊണ്ട് അത് വിൽക്കാമെന്ന് വിചാരിച്ചത്. അല്ലാതെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവിടെ നിന്ന് ഇറങ്ങാനുള്ള മനസ്സില്ല. അതുകൊണ്ടാണോ എന്തോ ഇതുവരെ ഇറങ്ങേണ്ടി വന്നില്ല. അവരൊന്നും പറയുന്നില്ല, നമ്മൾ ആ വീട്ടിൽ തന്നെ ഇപ്പോഴും താമസിക്കുന്നത്. പിന്നെ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കൊടുത്തിട്ട് എൻ്റെ അനിയത്തിക്ക് കിട്ടിയ ഇത് അനുഗ്രഹം അനിയത്തി പറയും. പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്
കാരണം എന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും പൊതുവെ നന്ദി പറയുന്നുണ്ട്, എന്നാലും എനിക്ക് നന്ദി പറയണം. കാരണം ഒരുപാട് വൈകിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മാതാവിനെ കുറിച്ചും ഈ മാതാവിന് ഇങ്ങനെ ഇവിടെ ആലപ്പുഴയിൽ ഒരു കലവൂർ ഒരു ആലയം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഒത്തിരി വൈകിയാണ്. പക്ഷേ വൈകി അറിഞ്ഞെങ്കിൽ പോലും എനിക്ക് ഒരുപാട് നേരത്തെ തന്നെ എൻ്റെ കുറേ അനുഭവങ്ങൾ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, അത്ഭുതം തന്നെയാണ് സംഭവിച്ചതെന്ന്. സത്യമാണ്. കാരണം അത്രത്തോളം ഞാൻ ദുരിതം അനുഭവിച്ച്, എല്ലാവരും ദുരിതക്കടലിൽ നിന്ന് വന്നവർ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നിട്ടും ഒത്തിരി നേരത്തെ, കാരണം ഒത്തിരിയൊന്നും ഞാൻ ആകെപ്പാടെ 2 ദിവസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ലേറ്റായിട്ട് അറിഞ്ഞത് എൻ്റെ ചേച്ചി പറഞ്ഞ അറിവിൽ മുഖേനയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഒത്തിരി നേരത്തെ ഫലവും കിട്ടി. അതായത് ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ഞാൻ കുറേ ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ, അതിൽ ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ എനിക്ക് ബ്ലീഡിങ് എന്ന് വെച്ചാൽ ഓരോ മാസം മാത്രമല്ല, ഒരു മാസത്തിൽ 2 പ്രാവശ്യം വരെ ബ്ലീഡിങ്, 18, 16 ദിവസം, 10 ദിവസം, അങ്ങനെ ഒത്തിരി 18 ദിവസം അങ്ങനെയൊക്കെ ഒത്തിരി പ്രാവശ്യം വന്നെങ്കിൽ പോലും ഞാൻ ഇതുവരെ എനിക്ക് ഇത് ചികിത്സിക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറ്റിയിട്ടില്ലെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഒരു ഡയാലിസിസ് പേഷ്യൻ്റായിരുന്നു. അപ്പം ഹസ്ബൻഡിന് 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒത്തിരി മാരകമാണ്, സീരിയസ് ആയിട്ട് പല ദിവസങ്ങളിൽ തന്നെ വെന്റിലേറ്ററിൽ കിടക്കേണ്ട അവസ്ഥയും. ഞാനും എൻ്റെ മോളുമേ ഉള്ളൂ, 21 വയസ്സായ എൻ്റെ മോളും. അപ്പം എല്ലാവരും പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ പോയിന്ന് കാണിക്കേ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എന്നെയും കൂടെ കൊണ്ടുപോയിട്ട് എനിക്കിനി അവിടെ കിടക്കാൻ, സ്കാൻ ചെയ്യുമ്പം എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ ഈ പാവത്തിന് ആര് നോക്കും എന്ന് വിചാരിച്ച് ഞാൻ പോവാതിരുന്ന് എങ്ങനെയൊക്കെ കൊണ്ട് നടന്നു. ഇപ്പം ഹസ്ബൻഡ് മരിച്ചിട്ട് ഈ അടുത്ത മാസം 6-ാം തീയതി 1 വർഷമാവുകയാണ്. എന്നിട്ട് എങ്ങോട്ടും ഇറങ്ങാതിരുന്ന് പിന്നെ എല്ലാവരും നിർബന്ധിച്ചിട്ട് തന്നെയാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പുറത്തായത്. അത് മാത്രമല്ല 2 മക്കളാണ് എനിക്ക്, 2 പെൺമക്കൾ. മൂത്ത മോളുടെ കല്യാണത്തിന് 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടം കൊടുത്ത്, പക്ഷേ അത് അടച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. 3 ലക്ഷത്തിന് പുറത്ത് അടച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹസ്ബൻഡ് പെട്ടെന്ന് സ്ട്രോക്കും വന്ന് മാരകമായിട്ട് കിഡ്നി രോഗമായിട്ട് നാട്ടിൽ വരേണ്ടി വന്നത്. പിന്നെ എനിക്ക് മോക്കും ജോലിയില്ലല്ലോ, മോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് അവൾക്കും പഠിക്കാൻ നിവർത്തിയില്ലാതെയായി. അങ്ങനെ പിന്നെ നാട്ടിൽ വന്ന് പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം മാത്രം നോക്കി അങ്ങനെ പോയി. അവസാനം ഞങ്ങളുടെ വീട് വിൽക്കേണ്ടി വന്നു. 14,36,000 സംതിങ് ഉണ്ടായിരുന്നു ബാങ്കിലടയ്ക്കാൻ. വെറും 19 ലക്ഷത്തിനാണ് ഞങ്ങൾക്ക് വീട് വിൽക്കേണ്ടി വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ലേറ്റായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ ഈ പ്രശ്നം തന്നെ ഒരുപാടായി. എൻ്റെ പിന്നെ യൂട്രസിൽ മുഴയുണ്ടെന്നാണ് പറഞ്ഞത് സ്കാനിങ്ങിൽ. യൂട്രസിൽ മുഴ മാത്രമല്ല വേറെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. അപ്പം പല ഹോസ്പിറ്റലിലും പറഞ്ഞ് അത് മേജർ ഓപ്പറേഷൻ വേണ്ടി വരും. കാരണം ഫൈബ്രോയിഡ് മാത്രം നീക്കം ചെയ്താൽ പോരാ, യൂട്രസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. അപ്പം കുറേ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, 3 മാസം കൊണ്ട് റെസ്റ്റ് എടുക്കണം. കാരണം വീടില്ല. ഇപ്പം തന്നെ ഞങ്ങൾ പല ബന്ധുക്കളുടെ വീട്ടിലായിട്ടാണ് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി ടെൻഷനിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ പറഞ്ഞത്, ചതി ഒരു കുഴപ്പവും വരത്തില്ല, അമ്മയുടെ ഉടമ്പടി തൈലം വയറിൽ തടവിയിട്ട് നീ പ്രാർത്ഥിക്കും, ഒരു പ്രശ്നവുമില്ല. അവസാനം ഇത്രയും ഹോസ്പിറ്റലിൽ പോയിട്ടും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ അമ്മയുടെ ഒരു ഭക്ത, അമ്മയുടെ വലിയൊരു ആരാധികയാണ് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു ചേച്ചി പറഞ്ഞ് നീ എന്തായാലും ഞങ്ങൾക്ക് അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുണ്ട് കൊല്ലത്ത്, അവിടെ ഒന്ന് നോക്കാമെന്ന്. പക്ഷേ ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ വന്ന് ഡോക്ടർ നല്ലൊരു പരിശോധന നടത്തി. എൻ്റെ ടെൻഷനും വിഷമങ്ങളൊക്കെ ഞാൻ പറഞ്ഞ്, ഒരിക്കലും ഇത്രയും നന്നായിട്ടൊരു ഡോക്ടർ പരിശോധിക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. അവസാനം ഡോക്ടറുടെ ഞാൻ കാര്യം പറഞ്ഞ് ഇത് ഡീറ്റെയിൽ മാത്രം എനിക്ക് കണ്ടാൽ പോരാ, എനിക്ക് അമ്മയൊന്ന് പരിശോധിക്കണം. പിന്നെ റൂമിൽ പോയി പരിശോധനയൊക്കെ നടത്തി. അവസാനം ഡോക്ടർ പറഞ്ഞ് അമ്മ വിഷമിക്കണ്ട, ഇപ്പം എന്തായാലും ഓപ്പറേഷൻ്റെ ഒരു ആവശ്യമില്ല, ഇത് മെൻസസ് നിൽക്കുമ്പോഴത്തേക്ക് മുഴ തനിയെ ചുരുങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആശ്വാസത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീടുണ്ട്, ബന്ധുക്കളുടെ വീടുണ്ട്. അപ്പോൾ ഓരോ ബന്ധുക്കളുടെ വീട്ടിൽ പോയാലും 3 മാസം അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഓർത്ത് ഞാൻ ടെൻഷൻ അടിച്ചത്, ഓപ്പറേഷൻ വേണ്ടാന്ന് വിചാരിച്ച്. ഇപ്പം അമ്മയുടെ കടാക്ഷം കൊണ്ട് എനിക്ക് ഇപ്പം അങ്ങനെയുള്ള ഓപ്പറേഷനും വേണ്ടാന്ന് വെച്ച്, അതുകൊണ്ട് വലിയൊരു നന്ദിയുണ്ട്, അമ്മയുടെ ഒത്തിരി നന്ദിയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സജിത ചേച്ചിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയുടെ പ്രധാന കാര്യം മകളുടെ ആക്സിഡൻ്റ് മൂലം എല്ലാ വർഷവും ഉണ്ടായ രോഗപീഠയാണ്. ഇതേപോലെ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അനിയത്തിക്കും സൗഖ്യം ലഭിക്കുന്നു. ജപ്തിയുടെ ഘട്ടങ്ങളിൽ ഇവർക്ക് ഉടമ്പടിയിൽ നിന്നുകൊണ്ട് അതിജീവിക്കുവാൻ അമ്മ കരുത്ത് കൊടുക്കുന്നു. ഉടമ്പടിയിൽ നമ്മൾ നിബന്ധനകൾ പാലിച്ച് ദൈവത്തിനോട് കൂടുതൽ അടുക്കുകയാണ്. ലൂക്ക 8:21
ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. അങ്ങനെ ദൈവവചനം ശ്രവിച്ച് അത് പാലിച്ച് നമ്മൾ ദൈവത്തിൻ്റെ തന്നെ സ്വന്തമായി മാറുകയാണ്. അങ്ങനെ സ്വന്തമായി മാറിയതിൻ്റെ സാക്ഷ്യങ്ങളാണിത്. പിന്നെ സജിത ചേച്ചി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവർക്കെല്ലാം അനുഭവങ്ങളുണ്ട്. പരിശുദ്ധ അമ്മ നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്നു. ഉടമ്പടിയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.